ഇന്നത്തെ മധുരക്കിഴങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. കുറെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് മധുരക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ കുക്കറിൽ പുഴുങ്ങണ കാണിക്കുമ്പോൾ പറയാറുണ്ട് വെള്ളം ഒഴിച്ച് പുഴുങ്ങാതെ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോ അപ്പച്ചമ്പിന്റെ തട്ടിൽ വെച്ച, കുക്കറിലല്ല വെച്ചത്, തട്ടിൽ വെച്ച് ആവിയിൽ പുഴുങ്ങിയ മധുരക്കിഴങ്ങ. അപ്പൊ ഇന്നിത് കൊടുത്തു കഴിഞ്ഞപ്പോ എന്നോട് വെച്ച് ഇതിന് എന്നാ ഒരു പ്രത്യേകത എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് വെള്ളത്തിൽ ഇട്ടല്ല പുഴുങ്ങിയത്, തട്ടയിൽ വെച്ച് ആവിയിൽ 13 മിനിറ്റ് ഞാൻ സമയം നോക്കിയത് അറിയാൻ വേണ്ടി. അപ്പൊ അങ്ങനെ പുഴുങ്ങിയ മധുരക്കിഴങ്ങ്. നിനക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് നോക്കിക്കാൻ കഴിച്ചിട്ട് മധുരം ഉണ്ട് കേട്ടോ. ഇന്ന് കിട്ടിയ മധുരക്കിഴങ്ങിന് പിന്നെ മധുരം ഉണ്ടാവൂലോ. ചില സമയത്ത് കിട്ടുന്നത് ഒരു വെള്ളച്ചൊവയുള്ളതുണ്ട്, ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഒന്ന് കഴിച്ചു നോക്കിക്കേ. ചമ്മന്തി കാന്താരി ആയതുകൊണ്ട് ഇച്ചിരി എരിവുണ്ട്. പിന്നെ ഞാൻ പുളിയാട്ടോ കറുത്ത് കിടക്കണം, വളംപുളി ഇതിൽ ചേർത്തേക്കണത്. ഒന്ന് കഴിച്ചു നോക്കിക്കേ. അപ്പൊ കഴിച്ചു നോക്കട്ടെ. നമ്മളിവിടെ സാധാരണ വെള്ളത്തിലാണ് പുഴുങ്ങാറ്, കപ്പ പുഴുങ്ങും പോലെ പുഴുങ്ങാറ്. സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. അതെ 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 വ്യത്യാസമുണ്ട്. വെള്ളച്ചുവയില്ല, ഒട്ടും വെള്ളം കയറിയിട്ടില്ല. വെള്ളം കയറിയിട്ടില്ല. ഏത്തക്കായൊക്കെ പുഴുങ്ങും പോലെ, ഇഡലി പുഴുങ്ങും പോലെ, അങ്ങനെയുള്ള ഇതുപോലെ തന്നെ ആവിയില് പുട്ടൊക്കെ പുഴുങ്ങിയെടുക്കണം. അതെ അതെ അതെ, നല്ല രസമുണ്ട് കേട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പയും പറഞ്ഞു ഞങ്ങള് സന്ധ്യക്ക് മുമ്പ് കഴിച്ചു, നീ ഇപ്പൊ വന്നപ്പോ ലേറ്റ് ആയില്ലേ, അതുകൊണ്ട് സന്ധ്യ ആയി പോയത്. നല്ല പ്രത്യേകത കേട്ടോ. കൊച്ചിന് പറഞ്ഞു തന്നെ എല്ലാവർക്കും പ്രത്യേകം. കുറെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു വെള്ളത്തിൽ പുഴുങ്ങരുത് അമ്മ, ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാൻ. ഞാൻ ആദ്യമായിട്ടാട്ടോ അങ്ങനെ ചെയ്യണത്. എനിക്കും ഇഷ്ടപ്പെട്ടു.